ഇടിച്ചു നിൽക്കാൻ പറ്റുമോ ഇറാന്? നോക്കൂ, ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ആയത്തുള്ള ഖമേനി പോലും ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. അല്ല, പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വെച്ചാൽ കഴിയുമെന്നാണ് എൻ്റെ മറുപടി. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രം അത് പരിശോധിച്ചാൽ ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ചയും വലിയൊരു നാൾ ഒന്നിച്ചു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ പരീക്ഷണങ്ങളെ ഈ കൈസർ ഭരണകാലത്തൊക്കെ റോമുമായിട്ടുള്ള ഏറ്റുമുട്ടലിലൊക്കെ വലിയ തരത്തിലുള്ള സമരം അല്ലെങ്കിൽ യുദ്ധം അവർ നയിക്കുകയും അവരത് നേടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ചരിത്രം, ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് ഇവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ട് എന്ന് വെച്ചിട്ട് പിന്നെ എന്താ ഇറാൻ ചെയ്യേണ്ടത്? ഓടെ എന്തുകൊണ്ട് ഇപ്പോൾ രണ്ട് കക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. ഒരു കക്ഷിൻ്റെ കയ്യിൽ ഓൾറെഡി ആണവായുധങ്ങളുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനാണ്. ആ ആണവായുധങ്ങൾ താഴെ വെക്കണം, അത് നശിപ്പിക്കണം, നിരായുധീകരിക്കണമെന്ന് പറയാൻ ആരും മുമ്പോട്ട് വരാത്തത്. അങ്ങനത്തെ ഒരു ശത്രു അവരുടെ കയ്യിൽ എല്ലാവിധ ആയുധങ്ങളും ഉണ്ടായിരിക്കും. മറുഭാഗം ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ യുക്തി എന്താ? ആണവായുധം എന്ന് പറയുന്ന സർവനാശിയായ ഈ ആയുധം എല്ലാവരും ഉപേക്ഷിക്കുക, ആരും അത് ഉണ്ടാക്കാതിരിക്കുക എന്നൊരു തീരുമാനത്തിൽ എത്തേണ്ടത്. ഞാനെല്ലാം ആയുധങ്ങളും എല്ലാവിധം ഇതും അണിഞ്ഞതിന് ശേഷം സർവായുധ വിഭൂഷിതനായിട്ട് താങ്കളോട് പറയാം, താങ്കളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ താങ്കൾ പിന്നെ കയ്യിൽ മറ്റേ ശൂന്യഹസ്തനായിട്ട് വരണം എന്ന് പറഞ്ഞാൽ നടക്കുക. ഇവിടെ സംഭവം അതാ. ഞാനതിന് പക്ഷെ വേറൊന്ന് ഞാൻ കാണുന്നത്, ഇറാൻ ഈ ആയുധങ്ങളൊക്കെ ഒരുക്കുന്നത് ഇസ്രായേലിനെ നേരിടാനല്ല. ഇറാന് ഇസ്രായേലിനോടുള്ളതിനേക്കാൾ അധികം വിരോധം അതൊരു ഷിയ രാഷ്ട്രമാണ്. ഷിയ സുന്നി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഉടനീളം വലിയ സംഘടനകളും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. ഞാൻ ഒരിക്കൽ ഇറാനിൽ പോയിട്ടുണ്ട്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ മാത്രം ഈ സുന്നികളെ ഇറാൻ ഷിയാക്കൾ തോൽപ്പിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഇപ്പം എന്നോട് ശരിക്കും ഓർമ്മ, ഒരു ഇസ്മായിൽ സഫൈ എന്നിട്ട പേര്. അയാളുടെ പ്രതിമയും അയാളുടെ എല്ലാം വലിയ ജോറായിട്ട് അവൻ്റെ കൂടെയുള്ള അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. ഞാൻ ചോദിച്ചെന്താ ഇയാളുടെ ചിത്രം നിങ്ങൾ ഇത്ര വലിയ ഇതാക്കി വെച്ചിരിക്കുന്നത്? അത് പിന്നെ ഒരു സുന്നി മുസ്ലിം അല്ലേ അയാൾ, അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത്, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അവരാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇവരുടെ പ്രഥമ ടാർഗറ്റ് ആയിരുന്നില്ല. എന്തോ ചരിത്രപരമായ ഏതോ കരുനീക്കങ്ങളിൽ പെട്ടിപ്പോൾ സംഭവിച്ചു എന്നല്ലാതെ പ്രഥമ ലക്ഷ്യം അവർ സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളാണ്. അതായത് മുസ്ലിങ്ങൾ ഈ സൗദി അറേബ്യയെ, അതായത് സുന്നികളുടെ നേതൃത്വം, സുന്നി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സുന്നി അല്ല കേട്ടോ, ഷിയ വിരുദ്ധ സുന്നി, അവരുടെ ആ മേധാവിത്വം നശിപ്പിച്ചിട്ട് അതുകൂടി സൗദി അറേബ്യ അടക്കം പിടിച്ചെടുത്ത് അതിൻ്റെ ഈ ഹോളി സിറ്റീസ്, അത് ഹറമൈൻ, ഷെരീഫൈൻ, കഅബ, മക്ക, മദീന മുതലായ രാജ്യങ്ങൾ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരണം എന്നതാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം. ആ ലക്ഷ്യം നിർത്തിക്കൊണ്ടാണ് അവർ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റ മുസ്ലിം രാഷ്ട്രം അവർക്ക് അനുകൂലമായി പ്രതികരിക്കാത്തതും. ശരി.